നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണാം. ഒരു സംശയമില്ലാത്ത രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ക്ലോക്കാണ്. ക്ലോക്കിനെ കുറിച്ച് കുറേ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് ക്ലോക്കിൻ്റെ പ്രത്യേകതകൾ പറയാം. ക്ലോക്ക് നമ്മൾ ഇതിലിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സാധാരണ NMMS പരീക്ഷയ്ക്ക് വരാറില്ല. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് രണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണേ. രണ്ട് സൂചികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് മണിക്കൂർ സൂചി, അവർ ആൻഡ് എന്ന് പറയും. ഇതാണത് മണിക്കൂർ സൂചി. രണ്ടാമത്തത് മിനിറ്റ് ഹാൻഡ് അല്ലെങ്കിൽ മിനിറ്റ് സൂചി. അപ്പോൾ ഈ രണ്ട് സൂചികളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ആംഗിളാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, നോക്കുക, ഇതാണ് നമ്മുടെ ക്ലോക്ക്. 12, 3, 6, 9. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് നീളമുള്ള സൂചിയാണ് നമ്മൾ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുക. മിനിറ്റ് ഹാൻഡ്. ഇത് നീളം കുറഞ്ഞതിന് നമ്മൾ അവർ ഹാൻഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആംഗിളാണ് നമ്മളോട് ചോദിക്കുക. ഇതിൻ്റെ കറക്കം അത് എത്ര പ്രാവശ്യം ഒരേപോലെ വരുന്നു, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ആംഗിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലോക്കിനെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് മിനിറ്റ് ഹാൻഡും രണ്ടാമത്തെ അവർ ഹാൻഡും. അതിൻ്റെ റൊട്ടേഷൻ, ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും എത്ര ആംഗിൾ വരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊരു സർക്കിളാണ്, ഒരു വൃത്തം. ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ആരെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. 360 ആണ്. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഈ 360 ഇപ്പം നമ്മളുടെ മണിക്കൂർ സൂചി അവർ ആൻഡ് എത്ര സമയം കൊണ്ടാണ് ഈ 360 ഡിഗ്രി കവർ ചെയ്യുന്നത്? 360 ഡിഗ്രി കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു? എത്ര മണിക്കൂർ എടുക്കുന്നു? ഒന്ന് പറയൂ ആരെങ്കിലും. ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. നമുക്കറിയാം ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ, അതായത് ഈ ഭാഗത്തുനിന്ന് ഇതാണ് നമ്മുടെ മിനിറ്റ് സൂചി, മിനിറ്റ് അല്ല, മണിക്കൂർ സൂചി അവർ ആൻഡ്. ഇവിടെ തൊട്ട് ഇതുവരെ എത്താൻ 360 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. ആ 360 ഡിഗ്രി തിരിയാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. 24 മണിക്കൂർ. നോ, 24 മണിക്കൂർ ഇല്ല, 12 മണിക്കൂർ. 12 മണിക്കൂർ. ആ 12 മണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ 12 ഡിവിഷൻ, 12 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓരോ കഷ്ണത്തും ഇങ്ങനെ മുറിക്കുകയാണ്. 5ൻ്റെ നേരെ, 6ൻ്റെ നേരെ, 7ൻ്റെ നേരെ, 8ൻ്റെ നേരെ, 9ൻ്റെ നേരെ, 10ൻ്റെ നേരെ, 11ൻ്റെ, മൊത്തം 12 പീസുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു പീസ് എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 30. യെസ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മണിക്കൂർ സൂചി 12 മണിക്കൂർ കൊണ്ടാണ് ഈ 360 ഡിഗ്രി തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിവിഷനും ഓരോ കഷ്ണവും 30 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം, നല്ലോണം ശ്രദ്ധിക്കണം, നമ്മളുടെ മണിക്കൂർ സൂചി ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ 30 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങോട്ടെത്തുമ്പോൾ 60 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും, 60. ഇങ്ങോട്ടെത്തുമ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. ഇവിടേക്ക് എത്തുമ്പോൾ 120 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങോട്ടെത്തുമ്പോഴേക്ക് 5ൻ്റെ നേരെ എത്തുമ്പോഴേക്ക് അത് 150 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. 6ൻ്റെ നേരെ എത്തുമ്പോഴേക്ക് 180 തിരിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്കറിയാം 360 ഒരു ക്ലോക്കിൻ്റെ മൊത്തം ആംഗിൾ. 12 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. 12 കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ ഓരോ
കഷ്ണവും 30 ഡിഗ്രിയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓരോ പീസും 30ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് നോക്കുക. ഇതാണത് സംഭവം. നമ്മളുടെ ക്ലോക്കിനെ 12 പീസാക്കി മുറിച്ചു കഴിഞ്ഞാൽ ഒരു പീസ് 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ഇപ്പം 3 മണിയാണ് ടൈം. 3 മണി, നല്ലോണം ശ്രദ്ധിക്കണം. 3 മണി എന്ന് പറഞ്ഞാൽ ചിത്രം ഇങ്ങനെയായിരിക്കും. എത്ര ഡിഗ്രിയാണ് മിനിറ്റ് ആൻഡും അവർ ആൻഡും, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയുക? 90. കാരണം ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്. ടോട്ടൽ 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 3 മണിക്ക് 3 മണി ചോദിക്കില്ല, കാരണം അത് ഏറ്റവും സിമ്പിൾ ആണ്. അതേപോലെ നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് വരാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ, 3 മണിക്ക് പകരം നമ്മളോട് 9 മണി, 9 എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോഴും നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 6 മണിയാവുമ്പോൾ എത്രയായിരിക്കും പറയും? 6 PM, 6 മണി 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഇനിയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ സമയങ്ങളൊക്കെ ഒന്ന് 3 മണിയാണ്, അല്ലെങ്കിൽ 9 മണിയാണ്, അല്ലെങ്കിൽ 6 മണിയാണ്. ഇനി ഇതല്ലാത്ത സമയങ്ങളും വരാം. ഒരു എക്സാമ്പിൾ ചോദിക്കാം. നോക്കൂ, 4 മണി, 4 PM. 4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. സ്മോൾ, ഞാൻ ചെറുതാക്കി വരക്കുന്നത് മണിക്കൂർ സൂചിയാണ്. പിന്നെ വലുതാക്കി വരക്കുന്നത് മിനിറ്റ് സൂചിയാണ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? കോൺ എത്രയാണ്? 120 ഡിഗ്രി. 120 ഡിഗ്രി. കാരണം 90ന്റെ കൂടെ ഒരു 30 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ പറഞ്ഞു 90 3 മണിയാണെങ്കിൽ, പിന്നെ കുറച്ചും കൂടെ ഒരു 30 കൂടെ കൂട്ടേണ്ടി വരും. അപ്പോൾ 120 ഡിഗ്രി. ക്ലിയർ ആണോ? പറയൂ, എല്ലാവരും ഒന്ന് പറയൂ. ഓക്കെ. ഇനി നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ക്വസ്റ്റ്യൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം മണിക്കൂർ സൂചി ഓരോ ഡിവിഷനിൽ കൂടെ പോകുമ്പോഴും ഓരോ കഷ്ണത്തിലൂടെ പോകുമ്പോഴും 30 ഡിഗ്രിയാണ് പോവുക. 30 ഡിഗ്രി മണിക്കൂർ സൂചി. അതേപോലെ മിനിറ്റ് സൂചി അങ്ങനെ തന്നെ. ഇത്ര തിരിയുമ്പോൾ ഓരോ 30 ഡിഗ്രി അങ്ങനെ പോകും. എന്നാൽ ഒരേ സമയത്ത് രണ്ടും മാറുകയാണെന്ന് വിചാരിച്ചോ. ഒരേ സമയത്ത് രണ്ടും തിരിയുകയാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണം. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഒന്ന് എഴുതിയെടുത്തോളൂ. മണിക്കൂർ സൂചി 12 മണിക്കൂർ കൊണ്ടാണ് 360 തിരിയുന്നത്. എല്ലാവരും ഒന്ന് എഴുതിയേക്കൂ. 12 hours is equal to 360. എല്ലാവരും ഒന്ന് എഴുതിയേക്കൂ. മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആരോ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ, ഫാത്തിമ ഷാലിയ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭയങ്കര ശബ്ദം വരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇതൊന്ന് എഴുതിയേക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. മണിക്കൂർ സൂചി എന്ന് എഴുതിയിട്ട് എഴുതുക. 12 മണിക്കൂറിലാണ് 360 തിരിയുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും. 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും. ഞാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ താഴെയുള്ള കാര്യം എഴുതണ്ട. ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം എഴുതിയാൽ മതി. 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും. ഇനി എല്ലാവരും കൂടെ നോക്കുക. ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഈ ചിത്രം നോക്കണേ. നമുക്കറിയാം, ആദ്യം 12 മണിയായിരുന്നു. പിന്നെ അത് 1 മണിയായി മാറി. 1 മണിയാകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായി 30 ഡിഗ്രി തിരിയും. അപ്പോൾ ഓരോ മിനിറ്റിലും തിരിയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 5 മിനിറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞത് 5 മിനിറ്റ് ഉണ്ട്. ഈ ഒന്നിന്റെ നേരെ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം 5 മിനിറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക, അല്ലേ? നമ്മൾ മിനിറ്റ് പറയുകയാണെങ്കിൽ 5 മിനിറ്റ്. ഓരോ മിനിറ്റിലും എത്ര ഡിഗ്രി തിരിയും? 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എത്ര ഡിഗ്രിയെ തിരിയാൻ പറയൂ? 0.5. അല്ല 6 ഡിഗ്രി. 30നെ നിങ്ങൾ 5 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അപ്പൊ 6 ഡിഗ്രിയാണ് 1 മിനിറ്റിൽ തിരിയുന്നതെന്ന് അർത്ഥം. ഞാൻ ഒന്നുകൂടെ പറയാം.
നമ്മൾ 30 ഡിഗ്രി എന്ന് പറയുന്ന ഓരോ ഈ സംഖ്യൻ്റെ ഇടയിലാണ്. ഇവിടെ നോക്കുക എല്ലാവരും, ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ചേക്കുക, നല്ലോണം ശ്രദ്ധിച്ചേക്കുക. നമ്മളുടെ സമയം ആദ്യം 12 മണിയായിരുന്നു. 12 മണിയാകുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ സൂചിയും വലിയ സൂചിയും ഇങ്ങനെ നിൽക്കുക. ഇനി വലിയ സൂചി ഇതേപോലെ നിൽക്കുക. 1 മണിയായാൽ, കറക്റ്റ് 1 മണിയായി എന്ന് വിചാരിച്ചു. 1 മണിയാവുമ്പോൾ നമുക്കറിയാം വലിയ സൂചി ഇവിടെ തന്നെയാണ് ഉണ്ടാവുക, ചെറിയ സൂചി ഇവിടെയാണ് ഉണ്ടാവുക. അപ്പം 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ മിനിറ്റ് സൂചി ലേശം ഒന്ന് നീങ്ങി എന്ന് വിചാരിക്കാം. 1 മിനിറ്റ് തിരിഞ്ഞു. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് ശ്രദ്ധിക്കണേ, ഒറ്റ മിനിറ്റ് ജസ്റ്റ് ഒന്ന് തെറ്റി. 12ൻ്റെ അവിടുന്ന് 1 മിനിറ്റ് തെറ്റി. അപ്പോൾ അവിടെ തിരിയുന്നത് 6 ഡിഗ്രി ആണെന്ന് അർത്ഥം. എന്തുകൊണ്ടാണ്? ഇവിടെ തൊട്ട് ഇതുവരെ 30 ഡിഗ്രിയാണ്. 30 ആണ്, 5 മിനിറ്റുകളുണ്ട്. ഇവിടെ 5 മിനിറ്റ് ആണ്. 1, 2, 3, 4, 5. അപ്പോൾ ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി വെക്കുക. ഇപ്പം നിങ്ങൾ എഴുതിയതിൻ്റെ ചോട്ടിൽ എഴുതുക. ഇപ്പം നിങ്ങൾ എഴുതിയതിൻ്റെ ചോട്ടിൽ എഴുതുക. 1 മണിക്കൂർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി. അതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത് ഇപ്പം എഴുതണ്ട, ഞാൻ പിന്നീട് പറയാം. 1 മിനിറ്റ് 6 ഡിഗ്രിയാണ്. നമ്മൾ മിനിറ്റ് സൂചിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി തിരിയുക. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. സെക്കൻഡ് സൂചിയെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് NMMS-നൊന്നും അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ലോണം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരിക. 12:01 എന്ന് വിചാരിക്കുക. ഒന്നുകൂടെ ഞാൻ ആദ്യം മുതൽ പറയാണ്. സമയം 12 മണിയാണ്. 12 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12 മിനിറ്റ് സൂചി ഇവിടെയും മണിക്കൂർ സൂചി ഇവിടെയും ആയിരിക്കും. നേരെ 1 മിനിറ്റ് തിരിയുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ഇങ്ങനെയും മിനിറ്റ് സൂചി 1 മിനിറ്റിലാണ് ഇതിൻ്റെ നേരെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓട്ടോമാറ്റിക്കായിട്ട് 6 ഡിഗ്രിയാണ് വരേണ്ടത്. 6 ഡിഗ്രിയാണ് വരേണ്ടത്. ശരിയല്ലേ? 6 ഡിഗ്രി അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു. 1 മിനിറ്റ് ആയാൽ 6 ഡിഗ്രി തിരിയും. ക്ലിയർ? 6 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷെ 6 ഡിഗ്രി അല്ല വരിക. എന്താണ് കാര്യം എന്നറിയോ? നമ്മളുടെ മിനിറ്റ് സൂചി ഇങ്ങനെ തിരിഞ്ഞ് ഇത്ര എത്തുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആര് നീങ്ങി വരും? മണിക്കൂർ സൂചി നീങ്ങി വരും. എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് തിരിയുമ്പോഴേക്ക് 60 മിനിറ്റ് ഈ മിനിറ്റ് സൂചി 12ന് നേരെ ഇവിടെ നിൽക്കുന്ന മിനിറ്റ് സൂചി കറങ്ങി ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക്, മിനിറ്റ് സൂചിയാണ് ഞാൻ ഈ നീലയിൽ വരച്ചിട്ടുള്ളത്. മിനിറ്റ് സൂചി ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് 60 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മളുടെ മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. 60 മിനിറ്റ് തിരിയുമ്പോഴേക്ക്, ഒന്നുകൂടെ പറയാം, 60 മിനിറ്റ് തിരിയുമ്പോഴേക്ക് മണിക്കൂർ സൂചി 30 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 30/60 തിരിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 1/2 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. ഏത്? മണിക്കൂർ സൂചി. ഇപ്പോഴും പല ആളുകൾക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത ആളുകളുണ്ട്. ഒന്നുകൂടെ പറയാം. നല്ലോണം ശ്രദ്ധിച്ചേക്കുക. നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതായത് ഇത് നമ്മളുടെ മിനിറ്റ് സൂചിയാണ്, ഇത് നമ്മളുടെ മണിക്കൂർ സൂചിയാണ്. 12:01 12 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റായി. നല്ലോണം ശ്രദ്ധിക്കണേ. 12 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ്. ഇതിനൊക്കെയുള്ള എളുപ്പവഴികൾ ഞാൻ പറയും. ഇപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. 12 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റായി. അപ്പോൾ റെഡ് സൂചി ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ഡിഗ്രി തിരിഞ്ഞു? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 60 അല്ല, 6 ഡിഗ്രി തിരിഞ്ഞു. 6 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവില്ലേ? 6 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവില്ലേ? തിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ 6 ഡിഗ്രി തിരിയുമ്പോഴേക്ക് ആരും അടങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ മണിക്കൂർ സൂചി അവിടെ ഒറ്റക്ക് നിൽക്കുകയല്ല. അത് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് 1/2 ഡിഗ്രിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
0.5 ഡിഗ്രിയാണ്. അപ്പോൾ 6 ഡിഗ്രിയിൽ നിന്ന് 0.5 ഡിഗ്രി മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ഡിഫറൻസ് എത്രയായിരിക്കും? 5.5 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇവർ രണ്ടാളും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 5.5 ഡിഗ്രി ആയിരിക്കും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? 5.5 ഡിഗ്രി, 5.5 എന്ന് പറഞ്ഞാൽ 11/2. 11നെ 2 കൊണ്ട് ഹരിച്ചതിന് തുല്യമായിരിക്കും. 11/2 ആയിരിക്കും. ഓക്കെ, ഇതിനൊക്കെയുള്ള എളുപ്പവഴി ഞാൻ പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 11/2 അല്ലെങ്കിൽ 5.5 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നോട്ട് ബുക്കിൽ എഴുതൂ. നോട്ട് ബുക്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതണം. വെൻ, ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറയാം, പിന്നെ മലയാളത്തിൽ പറയാം. വെൻ ദ മിനിറ്റ് ആൻഡ്, എല്ലാവരും ഒന്ന് എഴുതുക. വെൻ ദ മിനിറ്റ് ആൻഡ് ടേൺസ് 1 minute. When the minute hand turns 1 minute, hour and turns 0.5 ഡിഗ്രി. അത് ഇംഗ്ലീഷിൽ എഴുതുക, അതിനുശേഷം മലയാളത്തിൽ ഞാൻ പറയാം. When the minute hand turns 1 minute, hour and turns 0.5 degree. That is 6 degree minus 0.5 degree equal to 5.5 degree. 11/2 എന്ന് ബ്രാക്കറ്റിൽ ഇടുക. ഈ 11/2 നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 11/2 പറയുന്നത്. When the minute hand turns 1 minute, hour and turns 0.5 degree, 1/2 ഡിഗ്രി തിരിയും. ഇനി മലയാളം കുട്ടികൾ എഴുതുക. മിനിറ്റ് സൂചി 1 മിനിറ്റ് തിരിയുമ്പോൾ, മലയാളം കുട്ടികൾ എഴുതുക, മിനിറ്റ് സൂചി 1 മിനിറ്റ് തിരിയുമ്പോൾ, മിനിറ്റ് സൂചി 1 മിനിറ്റ് തിരിയുമ്പോൾ മണിക്കൂർ സൂചി 0.5 ഡിഗ്രി തിരിയുന്നു. 0.5, 1/2 ഡിഗ്രി തിരിയുന്നു. ഇനി ഇവിടെ എഴുതണം, ഇവിടെ ആംഗിൾ എന്നും കൂടെ കൊടുക്കണേ. അവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിളാണ് ഈ പറയുന്നത്. അവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിളാണ് പറയുന്നത്. കാരണം നമുക്കറിയാം മിനിറ്റ് സൂചി 6 ഡിഗ്രി തിരിഞ്ഞു, 6 ഡിഗ്രി തിരിഞ്ഞു. പക്ഷേ ഈ മണിക്കൂർ സൂചിയും ലേശം തിരിഞ്ഞു, 1/2 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് 0.5 മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 5.5 ഡിഗ്രി എന്നാണ് കിട്ടുക. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5.5 ഡിഗ്രിയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആവശ്യം വരും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എവിടെ നിന്നാണ് ഈ 5.5 വന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഒന്നൊരു ചോദ്യം ചെയ്യാൻ പോകുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. 2 രീതിയിൽ ഈ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചിത്രം വരച്ച് ചെയ്യാം. രണ്ടാമത്തായിട്ട് സൂത്രവാക്യം ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വഴി ചെയ്യാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ഒന്ന് ആൻസർ അയക്കൂ. 4 PM, 4 മണിക്ക് എത്രയാണ് ആംഗിൾ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ അയക്കൂ പെട്ടെന്ന്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നോക്കട്ടെ. 4 മണിക്ക് എത്രയാണ് ആംഗിൾ? 4 മണിക്കാണ് ഇത് ഈ ആംഗിളിൽ 4 ആംഗിൾ അയക്കൂ പെട്ടെന്ന്. ഓക്കെ, എല്ലാവരും വളരെ കറക്റ്റാണ്. എല്ലാവരും വളരെ കറക്റ്റാണ്. വെരി സിമ്പിൾ. 120, 120, 120. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഓക്കെ, എന്നാൽ 5 മണിക്ക് എത്രയാണ് ആംഗിൾ? വേഗം അയക്കൂ. 5 മണി. ഞാൻ ചെറിയ വ്യത്യാസം വരുത്താൻ പോവാണ് അതിന് മുമ്പ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും അയക്കണം. അയക്കുന്നവരുടെ പേരുകൾ ഇവിടെ കാണുന്നുണ്ട്. അയക്കാത്തവരുടെ പേരുകൾ എനിക്കറിയാം. ഓക്കെ, 150. ഓക്കെ, വെരി ഗുഡ്. ഇനിയാണ് ഞാൻ പറയുന്നത് 5 മണിയാണ്. എല്ലാവരും നോക്കുക. 5:10. 5:10 ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 4 അല്ല, ഞാൻ വരച്ച് തെറ്റിയിട്ടുണ്ട്. 5 ആണ് വേണ്ടത്. 5, 5, 5. അപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. 5:10 ആംഗിൾ എത്രയാണ്?
അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ചെറിയ പ്രശ്നമുള്ളത്. എന്താണ് പ്രശ്നം? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. നിങ്ങൾ പറഞ്ഞത് ഏകദേശം ശരിയാണ്, 90 ശരിയാണ്, പക്ഷേ ഫുള്ളായിട്ട് ശരിയല്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ വരച്ച ചിത്രത്തിൽ ഒരു പ്രശ്നമുണ്ട്. 10 മിനിറ്റ് സൂചി തിരിയുമ്പോഴേക്ക് മണിക്കൂർ സൂചി കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. 5ന്റെ നേരെ അല്ല ഉണ്ടാവുക. 5ന്റെ നേരെ അല്ല ഉണ്ടാവുക, ലേശം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോ ഇവിടെ നോക്കുക, എല്ലാവരും ഇവിടെ നോക്കുക. ഇത് 30, ഇത് 60, 5ന്റെ നേരെ 90 ഡിഗ്രി കിട്ടും. പ്ലസ് കുറച്ചും കൂടെ ഉണ്ടാവും. അതെത്ര എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു അര ഡിഗ്രിയാണ് മാറുക. അപ്പൊ ഇവിടെ 10 ഡിഗ്രി, 10 മിനിറ്റ് തിരിഞ്ഞു. നമ്മളുടെ മണിക്കൂർ സൂചി ആദ്യം ഇങ്ങനെയായിരുന്നു, ഇങ്ങോട്ട് 10 മിനിറ്റ് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ 10 മിനിറ്റ് തിരിയുമ്പോഴും അര ഡിഗ്രിയാണ് മണിക്കൂർ സൂചി തിരിയുക. അങ്ങനെയാണെങ്കിൽ 10ന്റെ പകുതിയും കൂടെ നിങ്ങൾ ഇതിനോടുകൂടി കൂട്ടണം. 95 നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മിനിറ്റിന്റെ പകുതിയും കൂടെ നിങ്ങൾ കൂട്ടണം. ചിലപ്പോൾ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറക്കേണ്ടി വരും. ഓക്കെ, ഞാൻ കുറക്കുന്ന കണക്ക് ഞാൻ പറയാം. ചിലപ്പോൾ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ചിത്രം വരച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. 12, 3, 6, 9 വരക്കുക. ഇനി 5, 10 അല്ല നമ്മൾ പറഞ്ഞ്, 5, 10. അപ്പൊ നമ്മൾ ഇവിടെയും ഇങ്ങനെയും വരച്ചു കൊടുക്കുക. 5ന്റെ നേരെ ലേശം ഇങ്ങോട്ട്, 10ന്റെ നേരെ ഇങ്ങോട്ട്. അപ്പൊ നമുക്കറിയാം 1, 2, 3 90 അവിടെ വരും. പ്ലസ് ഇനി നമ്മൾ ഈ 10 മിനിറ്റിന്റെ പകുതിയാണ് കൂട്ടുക, 95. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറയൂ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണം. വേണമെങ്കിൽ ഒരു ക്ലോക്ക് പെട്ടെന്ന് വരച്ചുണ്ടാക്കുക. 4:20. 4:20 ആവുമ്പോ എത്രയാണ് ആംഗിൾ? പറയൂ. 4:20 ആവുമ്പോ ആംഗിൾ പറയണ്ട, നിങ്ങൾ പിന്നെ അയച്ചാൽ മതി. 4:20. നാല് 20 എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെയും ആയിരിക്കുണ്ടാവുക. അപ്പൊ ഇവര് രണ്ടാളും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഇല്ല, 30ന്റെ താഴെയാണ്. 30ന്റെ താഴെയാണ്. അപ്പോ രണ്ടും 4ന്റെ നേരെയാണ്. രണ്ടും യഥാർത്ഥത്തിൽ നിൽക്കുന്നത് 4ന്റെ നേരെയാണ്. അപ്പൊ നമ്മൾ ഇത് നോക്കുക തന്നെ വേണ്ട, അത് നോക്കുക തന്നെ വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതി എടുത്താൽ മതി. 10 ആൻസർ കിട്ടുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 10 ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ 5, 10 ആയപ്പോൾ നമ്മൾ 5ന്റെ നേരെയാണ് മണിക്കൂർ സൂചി, ഇതിന്റെ നേരെയാണ് മിനിറ്റ് സൂചി എന്ന് മനസ്സിലായി. 5, 10. അപ്പൊ നമ്മൾ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 2 കഴിഞ്ഞ് 3, 4, 5. അപ്പൊ 90 പ്ലസ് പിന്നെ 10ന്റെ പകുതി കൂട്ടി 5 കൂട്ടി 95. ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇവിടെ നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ 4:20 വരുന്നത്. അപ്പോൾ 2 4ന്റെ നേരെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെയോ 20ന്റെ പകുതി എടുത്താൽ മതി, മിനിറ്റ് സൂചിയുടെ പകുതി എടുത്താൽ മതി. അപ്പൊ 10 കിട്ടുക. ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. ഞാൻ അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാനൊക്കെ മടിയുള്ള ആളുകൾക്ക് വേറൊരു വഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഈക്വേഷൻ വെച്ച് ചെയ്യാൻ ഉള്ള വഴിയാണ്. നല്ലോണം നോക്കണേ. 5, 10 ഞാൻ ചെയ്യുകയാണ്. 5ന് നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുക, 150. 5ന് നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുക. ഓക്കെ. 10ന് നിങ്ങൾ
5.5 കൊണ്ട് ഗുണിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 5.5ന്റെ ഒരു കണക്ക് പറഞ്ഞു. അപ്പൊ 55 കിട്ടുക. ഈ ഏതാണോ വലുത്? 150 ആണ്. 150-ൽ നിന്ന് 55 മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 95 കിട്ടും. ഇതാണ് അടുത്ത വഴി, രണ്ടാമത്തെ വഴി. ഒന്നുകൂടെ പറയാം. മണിക്കൂറിനെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുക. മണിക്കൂറിനെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുക. അവറിനെ. മിനിറ്റിനെ നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കുക. ഡിഫറൻസ് കാണുക. അപ്പോൾ ചില ആളുകൾക്ക് തോന്നും 4:20 മാഷൊന്നും ചെയ്യട്ടെ. 4നെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുന്നു. എത്രയും വേഗം പറയൂ. 120. 20നെ നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കുക. 10ന് 5.5 കൊണ്ട് ഗുണിച്ചാൽ 55ആണ്. 20നെ നിങ്ങൾ ഗുണിച്ചാൽ 110 ആയിരിക്കും. അപ്പൊ 120-ൽ നിന്ന് 110 മൈനസ് ചെയ്ത് നോക്കൂ. ആൻസർ 10 അല്ലേ? അപ്പൊ ചിത്രം വരക്കാതെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ടെക്നിക്ക് മനസ്സിലായോ? പറയൂ. മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് വെച്ച് ചെയ്യാം. ഓക്കെ. ചിത്രം വരച്ച് ചെയ്യുമ്പോൾ അങ്ങനെയും ആലോചിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ചോദ്യം പറയട്ടെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കണക്ക് തരും. അപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകണം. ഇത് നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് ഭയങ്കര പ്രശ്നമാണ്, തലയിൽ കയറൂല. ഓക്കെ. ഞാൻ പറയുന്നു 6:45. 6:45 ടൈം. 6:45. ഇത് 6, ഇത് 45. 6:45 എത്രയാണ് ആംഗിൾ എന്നാണ് ചോദ്യം. നമുക്കറിയാം 6:45 എന്ന് പറഞ്ഞാൽ ലേശം അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. 6:45 ആംഗിൾ എത്രയാണ് എന്ന് അയക്കൂ. നോക്കിയിട്ട് ചിത്രം നോക്കിയിട്ട് അയക്കൂ. രണ്ട് രീതിയിലും ചെയ്യട്ടോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. 30 കൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനെയും ചെയ്യാം. 6:45 ആംഗിൾ എത്രയാണ്? ഇവിടെ നോക്കുക. 9,876 ഇങ്ങനെ വരിക. അപ്പോൾ ഓട്ടോമാറ്റിക് 6, 3, 6ന്റെ ഇടയിൽ 45ന്റെ നേരെയല്ലേ? അപ്പോൾ അത് 9ന്റെ നേരെയാണ്. അപ്പോൾ അവിടെ 90 വരും ഓട്ടോമാറ്റിക്കായിട്ട്. 3 എണ്ണല്ലേ? ഇവിടെ 30, ഇവിടെ 30, പിന്നെയും 30. പക്ഷെ അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കേണ്ടി വരും. 90-ൽ നിന്ന് ലേശം കുറയ്ക്കേണ്ടി വരും. എത്ര കുറയ്ക്കേണ്ടി വരും? ഇതിന്റെ പകുതി കുറയ്ക്കേണ്ടി വരും. 22.5 കുറയ്ക്കേണ്ടി വരും. 25.5 കുറയ്ക്കേണ്ടി വരും. നമ്മൾ നേരത്തെ കൂട്ടുകയാണ് ചെയ്തത്, ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ 90-ൽ നിന്ന് 20 കുറച്ചാൽ 70, വീണ്ടും 2.5 കുറച്ചാൽ 67.5 വരിക. 67.5 വരിക. ഓക്കെ. ഇനി നമ്മളുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 6:45 ആണ് പറഞ്ഞത്. അപ്പോൾ 6ന് നിങ്ങൾ 30 കൊണ്ട് ഗുണിച്ചു, 180. 45-ന് നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. 45-ന് 5.5 കൊണ്ട് ഗുണിക്കുക. എത്രയാണ് കിട്ടുക? 45-ന് ഒന്ന് 5.5 കൊണ്ട് ഗുണിക്കൂ. 55 കൊണ്ട് ഗുണിക്കുക ആദ്യം. 5 25, ബാക്കി 2, 4 20 22, വീണ്ടും 225. അപ്പം എത്ര കിട്ടുക? 5 7 4 2 247 കിട്ടും. അപ്പൊ 247.5-ൽ നിന്ന് വലുതിൽ നിന്ന് 180 കുറച്ചാൽ നിങ്ങൾക്ക് 67.5 കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. 67.5. ഓക്കെ. 245 അല്ല, 247.5 ആണ്. 5.5 അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും വേഗം അയച്ചു തരണം. NMMS-ന് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഇടും. ഓക്കെ. 3.25 ഒന്ന് ചെയ്യൂ പെട്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം. ആൻസർ കിട്ടിയവർക്ക് അയക്കാം. കോണളവ് എത്രയാണ്? ഒന്നുകിൽ ചിത്രം വരച്ച് നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം.
3.25. ഓക്കെ, ആദർശ് അയച്ചിട്ടുണ്ട്. അല്ല, അത് നേരത്തെ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല, നിങ്ങൾ ചെയ്യാണ്. 3.25 നമുക്ക് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഏതാണ് എളുപ്പം? പലർക്കും പലതായിരിക്കും. 3നെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുന്നു, 90. 25നെ നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 25നെ നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 25 12, വീണ്ടും 125. അപ്പോൾ 5 7 3 1 137.5. 137.5ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 47.5. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? പറയൂ. Clear ആയി സർ. Clear ആണ് സർ. ഓക്കെ 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 Clear ആയി സർ. ഓക്കെ. ഇനി വേണമെങ്കിൽ ഇത് വെച്ചും ചെയ്യാം. ചിത്രം വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇതൊന്ന് ചെയ്തു നോക്കണം. 3 6 9. ഇനി എത്രയാണ് നമ്മുടെ ടൈം? 3:25 3:25 വരുമ്പോൾ ലേശം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. 25 ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു 30 ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ 3ന്റെ നേരെയാണെന്ന് അങ്ങ് വിചാരിക്കുക. അപ്പോൾ 60 ആയിരിക്കും. 60ൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും, കാരണം ഇത് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. എത്ര മൈനസ് ചെയ്യേണ്ടി വരും? ഈ 25ന്റെ പകുതി മൈനസ് ചെയ്യേണ്ടി വരും. 12.5 മൈനസ് ചെയ്താൽ 47.5. വെരി സിമ്പിൾ. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. റെഡി? ചിത്രം വരച്ച് ചെയ്ത് മനസ്സിലായോ? പറയൂ. മനസ്സിലായി സർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകുന്നു. ഈ ചോദ്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പിന്നെ ശരിയാക്കിയിട്ട് ഗ്രൂപ്പിലിട്ടാം. ഓക്കെ, NMMS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഫസ്റ്റത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. പെട്ടെന്ന് ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. 4:30 പെട്ടെന്ന് നിങ്ങൾക്ക് അയക്കാം. മുപ്പത് എന്ന് പറഞ്ഞാൽ 6ന്റെ നേരെ ആയിരിക്കും. 6ന്റെ നേരെ ആയിരിക്കും. ഒന്നുകിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, പല ആൻസറുകൾ വരുന്നുണ്ട്. 45 വരുന്നുണ്ട്, 75 വരുന്നുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ എഴുതുക. നന്നായിട്ട് ആലോചിക്കണം, എന്നാലേ മനസ്സിലാവുള്ളേ. ഏത് പ്രയാസമുള്ള ചോദ്യവും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ അതിനനുസരിച്ച് വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ശരി. അപ്പം നമ്മളുടെ ഇക്വേഷൻ എടുക്കുന്നു. എല്ലാവർക്കും അറിയാലോ എന്താണ്? 4:30. അപ്പം 4:30 ഇവിടെ എഴുതുക. 4നെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുന്നു, 120. 30നെ നിങ്ങൾ പിന്നെ 5.5 കൊണ്ട് ഗുണിക്കുന്നു. അതിനുള്ള എളുപ്പപ്പണി ഉണ്ട്. 10നെ 5.5 കൊണ്ട് ഗുണിക്കുക, 55. അപ്പോൾ 55നെ നിങ്ങൾ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 30നെ കിട്ടാൻ വേണ്ടിയിട്ട് 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ 10 ആകുമ്പോൾ 55 3. അപ്പോൾ 15 ബാക്കി 1 165. 120 165. ഡിഫറൻസ് നോക്കുക, 45 അല്ലേ? വെരി സിമ്പിൾ. ഇനി ചിത്രം നോക്കി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. 12 3 6 9. 4 മണിയാണ് പറഞ്ഞത്. 4 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ ശരിക്കും 4ന്റെയും 6ന്റെയും എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ് ഉണ്ടാവുക. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ പകുതി കുറക്കുകയും വേണം. ഏത്? 30ന്റെ പകുതി കുറക്കുകയും വേണം. അപ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, കാരണം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും കുറച്ച്. 4ന്റെ നേരെ അല്ല നിൽക്കുക, കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതാണ് നമ്മൾ മൈനസ് ചെയ്യാൻ കാരണം. ഓക്കെ, റെഡി അല്ലേ? പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചോദ്യം നിങ്ങൾ പിന്നീട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയല്ല, ചോദ്യമല്ല. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങൾ ഈ 135 ഡിഗ്രി ഇത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ടൈപ്പ് ചോദ്യം അല്ലത്.
അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ചൊന്ന് ചിത്രം വരച്ചൊന്ന് നോക്കുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അത് ആംഗിളൊക്കെയാണ്, പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവമല്ല ചോദിക്കും. യെസ്. അടുത്തത് ഒരു ചെറിയ ഹെഡിങ് എഴുതുക, മിറർ ഇമേജ്. ഒരു ചെറിയ ഹെഡിങ്, മിറർ. ഒരു ഹെഡിങ് എഴുതുക, മിറർ ഇമേജ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അതായത് ഒരു ക്ലോക്ക് കണ്ണാടിയിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ടൈം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ക്ലോക്ക് കണ്ണാടിയിൽ 7:20 കാണിക്കുന്നത്, എന്നാൽ അതിൻ്റെ ആക്ച്വൽ ടൈം എന്താണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാനൊരു എളുപ്പ പണി എന്താണെന്ന് ചോദിച്ചാൽ 11:60 നിന്ന് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് മൈനസ് ചെയ്താൽ മതി. 11:60 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വളരെ സിമ്പിളാണ്, സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, വേഗം 11:60 മൈനസ് ചെയ്യാം. ക്ലിയർ ആയോ? കണ്ണാടിയുടെ പ്രശ്നം വന്നാൽ, കണ്ണാടി ക്ലോക്ക് പ്രശ്നം വന്നാൽ നിങ്ങൾ ഉടനെ 11:60 മൈനസ് ചെയ്യാം. റെഡി? പറയൂ, ആരെന്താന്ന് പറയാത്ത? 11:60 മൈനസ് ചെയ്യാം, വേറെ ഒന്നും ആലോചിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ അയച്ചോളൂ പെട്ടെന്ന്. മൂന്ന് 15 ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. പെട്ടെന്ന് അയക്കുക, പെട്ടെന്ന് അയക്കുക, പെട്ടെന്ന് അയക്കുക. 8:45 അല്ലേ? 60 15 വയ്ക്കുമ്പോൾ 45, ഇവിടെ 8:45. അപ്പോൾ കണ്ണാടി വന്നാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഒറ്റ മൈനസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി വേണമെങ്കിൽ ഈ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ ഒരു ഇത് പിന്നെ നമ്മൾ ആംഗിൾ അല്ല ചോദിച്ചില്ലേ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഒന്ന് ചെയ്തോളൂ. മണിക്കൂർ സൂചി 135 ഡിഗ്രി കറങ്ങി എന്നാ പറഞ്ഞു. ആദ്യം 3 മണിയാണ്. 3 മണി എന്ന് പറയുമ്പോൾ 12, 3, 6, 9. മണിക്കൂർ സൂചി ഇതും മിനിറ്റ് സൂചി ഇങ്ങനെയുമാണ്. ഇനി എന്താ പറഞ്ഞത്? മണിക്കൂർ സൂചി 135 ഡിഗ്രി കറങ്ങി. 135 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി മാത്രമേ കറങ്ങുന്നുള്ളൂ, മിനിറ്റ് സൂചി അവിടെ തന്നെ നിൽക്കുകയാണേ. അപ്പോൾ എത്രയാണെന്നാ ചോദ്യം. അപ്പം 30 ആവും, 60 ആവും, 90 ആവും അല്ലേ? പിന്നെ 120 ആവും. 135 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കായിരിക്കും ഉണ്ടാവുക. സമയം എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. 135 ഡിഗ്രി നടുക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നടുക്കാണ് നിൽക്കുന്നത്. നടുക്ക് നിൽക്കുമ്പോൾ ഇത് ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരാനാണ് സാധ്യത. കാരണം 135 പറഞ്ഞാൽ സെൻറ്ററിലല്ലേ പോയി നിൽക്കുന്നത്. സെൻറ്ററിൽ പോയി നിൽക്കുമ്പോൾ 12-ന് നേരെ വരില്ല മിനിറ്റ് സൂചി. അപ്പോൾ നമ്മളുടെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് നമ്മളൊരു ക്ലോക്ക് വരക്കുന്നു, 12, 3, 6, 9. ഇനി കൃത്യമായ സമയം 3 മണിയാണ്. അപ്പം 3 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ഇങ്ങനെയും മണിക്കൂർ സൂചി ഇവിടെയുമാണ് ഉണ്ടാവുക. ഇനി മണിക്കൂർ സൂചി അവർ ആൻഡ് 135 ഡിഗ്രി കറങ്ങി. അപ്പോൾ 4, 5, 6, 7, 8 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 3-ന്റെ നേരെയുള്ള ഈ മണിക്കൂർ സൂചി ഇവിടെ എത്തുമ്പോഴേക്ക് 30 ഡിഗ്രി, ഇവിടെ എത്തുമ്പോഴേക്ക് 60 ഡിഗ്രി, ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി, ഇവിടെ എത്തുമ്പോൾ 120 ഡിഗ്രി. 135 എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. സെൻറ്ററിലാണെങ്കിൽ പിന്നെ നമ്മളുടെ മിനിറ്റ് സൂചി നേരെ ഇവിടെ ആവാനാണ് സാധ്യത, 6-ന്റെ നേരെ ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇത് 7 ആണല്ലോ, ഇത് 8 ആണല്ലോ, ഇത് 9 അല്ലേ? അപ്പോൾ 7:30 ആയിരിക്കും ടൈം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ചിത്രമൊക്കെ ഒന്ന് വരച്ച് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. 7:30 ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ ആംഗിൾ വെച്ച് വരുന്ന കണക്കുകളാണ്. എന്തായാലും ഇന്ന് തന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് ഇത് വേറൊരു ചോദ്യമാണ്. ടേൺഡ് ത്രൂ, ഇത് ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ അത് ശരിയാക്കി അയച്ചു തരാം. നിങ്ങൾ ഓർക്കേണ്ട ഇതാണ്, മിനിറ്റ് സൂചി മണിക്കൂറിനെ നിങ്ങൾ 30 കൊണ്ട് ഗുണിക്കുന്നു, മിനിറ്റ് സൂചിയെ നിങ്ങൾ 5.5 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പം 3:10 ആണെങ്കിൽ 25 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ടഫാണ് എന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരിക്ക് ക്ലിയർ ആവണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കാണണം. അതേപോലെ ഈ ചോദ്യങ്ങൾ ഒന്നും കൂടെ ചെയ്യണം. റെഡി? അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. കറക്റ്റ് ചെയ്ത് ഈ രണ്ടാമത്തെ ചോദ്യം ശരിയാക്കിയതിന് ശേഷം അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ഭാഗമാണ്. നന്നായിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ട് ചെയ്തു നോക്കുക. ക്ലിയർ ആയോ? അവസാനിപ്പിക്കാം. ഓക്കെ, അവസാനിപ്പിക്കട്ടെ. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടാം. ബാക്കിയുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിഹരിക്കും. അപ്പം നാളെ രാവിലെയും 7 മണിക്ക് ഇതുപോലെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ.